വീട്ടിൽ കയറി നിരങ്ങുകയാണ് ഇഡി. എല്ലാം മുഖ്യമന്ത്രി വി ഡി സതീശൻ നരേന്ദ്രമോദിയെ കണ്ട ശേഷം. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച വെറുതെയല്ല, കൃത്യമായ ടാർഗറ്റും പ്ലാനുമെന്ന് ഉറപ്പ്. അഴിമതിയില്ലാത്ത കേരളം, അഴിമതി ചെയ്തവരെ പിടിച്ച് അകത്തിടുന്നു, ചോദ്യം ചെയ്യുന്നു. കേരളത്തെ ഇപ്പോൾ കഴുകി വൃത്തിയാക്കുകയാണ്. 10 വർഷമായ അഴിമതിയുടെ മാലിന്യം മൂടിയ കേരളത്തെ ഇഡിയും കേന്ദ്ര ഏജൻസിയും ഇനി വൃത്തിയാക്കും. ന്യായമായ എല്ലാ കാര്യത്തിലും മടിയിൽ കനമില്ലാത്ത VDS പിന്തുണയും നൽകും. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും മരുമകനും ബേപ്പൂർ MLA മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ വീടുകളിൽ ഇഡി പരിശോധന തകൃതിയായി തുടരുകയാണ്. രാവിലെ മുതലേ തന്നെ പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലുമാണ് പരിശോധന നടക്കുന്നത്. പിണറായി വിജയൻ ഇഡി ചെല്ലുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിൽ അദ്ദേഹത്തിന്റെ, അതായത് 10 കൊല്ലം കേരളം ഭരിച്ച കേന്ദ്ര ഏജൻസികളെ പോലീസിനെ കൊണ്ട് ഭയപ്പെടുത്തി നിർത്തിയ മുൻ മുഖ്യമന്ത്രി ഒരു പ്രതിയുടെ പ്രതിച്ഛായയിൽ ഇഡിക്ക് മുന്നിൽ തല മാത്രമല്ല നടുവും വളച്ചു എന്ന് പറയാം. ഇഡിയുടെ കാര്യരുമ്പ് ചോദ്യങ്ങൾക്കെല്ലാം പിണറായി, മകൾ വീണ, റിയാസ് എല്ലാം മണി പോലെ ഉത്തരം പറഞ്ഞേ തീരൂ. കാരണം പഴയ ഭരണത്തണലില്ല, പോലീസില്ല, പത്രാസില്ല, പാർട്ടി പോലും കൂടെ പൂർണ്ണമായില്ല. ഒപ്പം ഭൂലോക തോൽവിയുടെ ക്ഷീണവും. റിയാസിന്റെ കോട്ടുള്ളിയിലെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള 1ലധികം ഹർജികൾ വിജിലൻസ് കോടതികളും പിന്നീട് ഹൈക്കോടതിയും തള്ളിയിരുന്നു. എന്നാൽ നിലവിൽ ഈ കേസ് കേന്ദ്ര ഏജൻസികളായ ED, CBI, CDS ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നിവയുടെ പരിഗണനയിലായിരുന്നു. കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടേൽസ് എന്ന സ്വകാര്യ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകി എന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത്. CMRL നിന്ന് എക്സലോജിക് സൊല്യൂഷൻസ് 1.72 കോടി രൂപ കൈപ്പറ്റി എന്നായിരുന്നു കണ്ടെത്തൽ. ഇത് വീണ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയും ഒരുപോലെ വെട്ടിലാക്കി. 2017 മുതൽ 2020 കാലയളവിലാണ് CMRL വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് എന്നും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ ഉണ്ടായിരുന്നു. ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ വീണയ്ക്കും പിണറായി വിജയനും സർക്കാരിനും CPM-നുമെതിരെ പ്രതിപക്ഷം ആക്രമണം കടുപ്പിച്ചു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ഈ വിഷയം സഭയിലും ഉന്നയിച്ചിരുന്നു. അതോടെ മാസപ്പടി ആരോപണം കത്തിപ്പടരുകയായിരുന്നു. അതിനിടെ CMRL നിന്ന് കൈപ്പറ്റിയ പണത്തിന് വീണ GST അടച്ചതായി നികുതി വകുപ്പ് കണ്ടെത്തുകയും അതിന്റെ റിപ്പോർട്ട് പുറത്തെത്തുകയും ചെയ്തു. വീണയെ തുണയ്ക്കുന്ന നിലപാടായിരുന്നു CPM സ്വീകരിച്ചത്. 2019 ജനുവരി 25-നാണ് CMRL-ന്റെ ഓഫീസിലും ഫാക്ടറിയിലും MD-യുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെയും വീടുകളിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ കമ്പനിയുടെ ചിലവുകൾ പെരുപ്പിച്ചു കാട്ടി വൻതോതിൽ നികുതി വെട്ടിച്ചതായി കണ്ടെത്തിയിരുന്നു. കൂടാതെ നിയമവിരുദ്ധമായി കോടിക്കണക്കിന് രൂപ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കും ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും നൽകിയതിന്റെ തെളിവുകളും പരിശോധനയിൽ ലഭിച്ചു. വീണയും എക്സാലോജിക് കമ്പനിയും CMRL-ലുമായി ഉണ്ടാക്കിയ കരാറും ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയായിരുന്നു. ഇതിനിടെ മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന വന്നു. വർഗീയ രീതിയിലാണ് റെയ്ഡിൽ വർഗീയത നിറച്ച് രക്ഷപ്പെടാനും വിവാദത്തിനും നീക്കമാണ്. സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല, വളഞ്ഞിട്ടടിച്ചോളൂ. സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടുമെന്നാണ് റിയാസ് പറഞ്ഞത്. CMRL എക്സലോജിക് കേസിൽ ആരോപണ വിധേയായ അദ്ദേഹത്തിന്റെ മകൾ വീണയും കുടുംബവും വീട്ടിലുണ്ട്. കനത്ത സുരക്ഷയിലാണ് ED ഉദ്യോഗസ്ഥർ വീട്ടിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. പുലർച്ചെയോടെയാണ് ED ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയത് എന്നാണ് വിവരങ്ങൾ. CMRL ഓഫീസിലടക്കം ആകെ 12 ഇടത്താണ് ED പരിശോധന നടക്കുന്നതെന്നാണ് വിവരം. കേസിൽ ED അന്വേഷണം തുടരാം എന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.